ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ന്യൂ ഇയർ ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ഇവാനിയും 1-ാം തീയതി തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലോട്ടാണ് പോയത്. ഒന്നില്ലെങ്കിൽ 1-ാം തീയതി നല്ല ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോവുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും ഇവാനിയും കൂടി ഫസ്റ്റ് തന്നെ നമ്മുടെ ലുല്ലു ഡെയിലിയിൽ കയറി ഇവാനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ച് നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിച്ചു. ഫുഡ് കോർട്ടിലുള്ള ഫുഡുകളൊന്നും അധികം അവൾ കഴിക്കുന്നതല്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മുടെ ലുല്ലു മാളിലാണ് കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ പ്ലേ സെക്ഷനിലോട്ട് പോകാമെന്ന് കരുതി. കഴിഞ്ഞ പോയതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള 2-3 റൈഡുകൾ അവിടെ പുതിയത് വന്നിട്ടുണ്ട്. ഈ ഒരു റൈഡ് ഇപ്പോൾ വന്ന റൈഡാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നമുക്കറിയാൻ സാധിച്ചത് നമ്മുടെ ഈ ഒരു പ്ലേ സെക്ഷനിൽ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി ചെറുതായിട്ട് അവർ നടത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലേ സെക്ഷനിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ അവിടെ കാണാം സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നതും അതുപോലെ കേക്ക് കട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് 5 കുട്ടികളെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. 5000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഗെയിം കളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യവും കാര്യങ്ങളും ആ കുട്ടികൾക്ക് അവർ ചെയ്ത് കൊടുക്കും. അവർ തന്നെ കുട്ടികളെ നോക്കുകയും ഈ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യുകയും ഒക്കെ അവർ തന്നെ ചെയ്യും. പിന്നെ കൂടുതൽ ഡീറ്റെയിലൊക്കെ അവിടുത്തെ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് അത് കണ്ടപ്പോൾ ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മറ്റ് കുറച്ച് റൈഡുകളൊക്കെ ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലേ സെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈഡൊക്കെ ഇപ്പോൾ പുതിയത് വന്ന റൈഡുകളാണ്. 2-3 റൈഡ് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൈഡുകളോട് കാണിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കുട്ടികളുടെ ഹൈറ്റൊക്കെ നോക്കിയതിന് ശേഷം കയറ്റുള്ളൂ, ഇത്ര ഹൈറ്റ് വേണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവാനിയ കാർഡ് എടുത്തു. പിന്നെ കുറച്ച് ഗെയിമിലൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമിലും കാര്യങ്ങളൊക്കെ അവൾ എൻജോയ് ചെയ്തു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോഴാണ് ഞാനൊരു നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഈ ഒരു ബസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഡെമോ കളിക്കാനാണ് കയറിയത്. ഈ പ്രാവശ്യം കാർഡ് സ്ലാപ്പ് ചെയ്തതിന് ശേഷം ശരിക്കും എൻജോയ് ചെയ്ത് കളിച്ചു അവൾ. ന്യൂ ഇയറിൻ്റെ അന്ന് പോയ കാരണം കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പ്ലേ സെക്ഷനിലും ഭയങ്കര തിരക്ക്, ഫുഡ് കോർട്ടിലും ഭയങ്കര തിരക്ക്, എന്താ പറയുക ലുല്ലു ഡെയിലിയിലും ഭയങ്കര തിരക്കായിരുന്നു. ഇത്രയും തിരക്കുള്ളൊരു ദിവസം ഞാൻ പോയിട്ടില്ല. പോകുന്ന ദിവസങ്ങളൊക്കെ തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത നമുക്ക് വല്ല ക്വൈറ്റായിട്ടുള്ള ദിവസങ്ങളാണ് പോവാറ്. പക്ഷേ ന്യൂ ഇയറിൻ്റെ അന്ന് പോയ കാരണം കൊണ്ട് ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലായിടത്തും ഫുൾ ആളായിരുന്നു. പിന്നെ നമ്മൾ ഇവാനിക്ക് ബബിൾ ടീ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോക്കോ മിൽക്ക് ബബിൾ ടീ ആണ് വാങ്ങിച്ചത്. അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ബബിൾ ടീയുടെ സെക്ഷനിൽ എനിക്ക് അത്ര എന്താ പറയുക, ഒരു നേരത്തെ ആ ഷെൽഫിൽ തയ്യാറാക്കി വെച്ച ബബിൾ ടീകളാണ് ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുന്നതായിട്ട് തോന്നി. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിലത്തെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫുഡാണ് അവരെടുത്ത് കൊടുക്കുന്നത്. ലൈവായിട്ട് അവർ ചെയ്ത് കൊടുത്ത പോലെ തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മളതിന് ശേഷം നേരെ ലുല്ലുവിൽ വന്നു. അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും അതുപോലെ മീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവാനിക്ക് വേണ്ട അവളുടെ ഇഷ്ടപ്പെട്ട ബേക്കറിയിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവൾ വെറുതെ ഒരു വീഡിയോ എടുത്ത് തന്നതാണ്. പിന്നെ ബാക്കി സാധനങ്ങൾ അവൾ തന്നെ എടുത്തിടാന്നൊക്കെ പറഞ്ഞ് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഏതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അവരും സാധനങ്ങളും വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മളവിടെ അവിടുത്തെ ബേക്കറിയിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോണറ്റും പിന്നെ വേറെ എന്തൊക്കെയോ അവൾ പറഞ്ഞതും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ മീറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ലിവർ വാങ്ങിച്ചു. ബീഫിൻ്റെ ലിവർ നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയ ലിവർ ഫ്രൈയുടെ വീഡിയോ നമ്മുടെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണി വാങ്ങിക്കാറുണ്ട്. ഈ പ്രാവശ്യം ബിരിയാണിയൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ന്യൂ ഇയർ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.